ഹരിനാമ കീർത്തനവും രാമായണവും ഭാഗവതവുമൊക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണ് എന്താണ് പറയുക? അങ്ങനെയല്ലേ വേണ്ടത്? ബ്രഹ്മം എന്നാൽ വേദം. വേദം പഠിച്ചവനാണ് ബ്രാഹ്മണൻ. അവൻ്റെ ഭാവമാണ് ബ്രാഹ്മണ്യം. അതിലേക്ക് ഉയരുകയല്ലേ വേണ്ടത്? അങ്ങനെ നമ്മളെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർത്താനല്ലേ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ പരിശ്രമിച്ചത്? അത് ശങ്കരാചാര്യസ്വാമികളായാലും ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും നമ്മൾ അറിയുന്ന എല്ലാ ഗുരുക്കന്മാരും നമ്മെ വേദജ്ഞന്മാരാക്കാനല്ലേ പരിശ്രമിച്ചത്. എല്ലാ നാട്ടിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അതിനാൽ അവയൊന്നും വീട്ടിൽ പാരായണം ചെയ്യരുത്. ഇതിനെവിടെയാ പാരായണം ചെയ്യേണ്ടത്? പാർട്ടി ഓഫീസിലാണ്. ഇന്ന് കേരളത്തിലെ പ്രഗത്ഭമായ ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന PhD ഒക്കെയുള്ള ഒരു അധ്യാപകർ നിരന്തരമായി പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പണിയെടുക്കട്ടെ എന്നേ, എന്താ കുഴപ്പം? വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത് എല്ലാവരും പറയാവൂ എന്ന് വിചാരിക്കരുത്. വ്യത്യസ്തങ്ങളായ പക്ഷങ്ങൾ ഉണ്ടാവട്ടെ. ഏതാണ് യുക്തിയുടെയും ബഹുജന സ്വീകാര്യതയുടെയും മുമ്പിൽ നിലനിൽക്കുക എന്ന് നോക്കാം. അതല്ലേ ശരി? അല്ലേ? പിന്നെ മിക്കവാറും 2 കുറ്റി കുഴിച്ചിട്ടിട്ട് ഇത് ഗോൾ പോസ്റ്റ് ആണെന്നും പറഞ്ഞ് പന്ത് തട്ടി അതിലേക്ക് ഇടുന്ന പരിപാടിയാണ്. ആരാ ഗോൾ പോസ്റ്റ് ഉണ്ടാക്കിയത്? ഞാൻ. ആരാ ഗോൾ അടിച്ചത്? ഞാൻ. ഗോളി ഉണ്ടോ? ഇല്ല. ഇവർക്ക് വേദജ്ഞന്മാരായിട്ടുള്ളവരോട് ഇത് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇത് ഏകപക്ഷീയമായി പറഞ്ഞു പോകുകയല്ലാതെ വിദ്വത് സഭയിൽ ഇത് പറയാൻ പറ്റുമോ? പറ്റില്ല. ഹരിനാമ കീർത്തനം ആരാ എഴുതിയത്? ഹരിനാമ കീർത്തനം സമീപകാല കൃതിയാണ്, അതിപ്രാചീനമല്ല. 5 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. തുഞ്ചത്താചാര്യനാണ്. തുഞ്ചത്താചാര്യൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ സമുദായത്തിലുള്ള ആളാണ്. കേരളത്തിൽ ഗുരുകുലങ്ങളിൽ ഏറ്റവും അധികം അധ്യാപകർ 2 സമുദായങ്ങളിൽ നിന്നായിരുന്നു. ഒന്ന് ഈഴവ സമുദായം, 2 എഴുത്തച്ഛൻ സമുദായം. തീർച്ചയായിട്ടും മറ്റ് സമുദായങ്ങളിലുള്ളവരുണ്ട് ഗുരുക്കന്മാർ, ഇല്ല എന്ന് പറയുന്നില്ല. നമ്പൂതിരിമാരുണ്ടായിരുന്നു, നായർമാരുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അധികം ഗുരുക്കന്മാർ കേരളത്തിലുണ്ടായാലും, ജ്യോതിഷമായാലും വൈദ്യമായാലും ന്യായമായാലും മീമാംസയായാലും തർക്കമായാലും എല്ലാ ശാസ്ത്രങ്ങളിലും ഏറ്റവും ഗുരുക്കന്മാർ, ആയുർവേദമായാലും ഏറ്റവും ഗുരുക്കന്മാരുണ്ടായിരുന്നത് ഈ 2 സമുദായങ്ങളിൽ നിന്നാണ്. ഒന്ന് എഴുത്തച്ഛൻ, മറ്റൊന്ന് ഈഴവ. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഭ്രമിച്ചു പോകരുത്. അപ്പൊ എഴുത്തച്ഛനാണ് എഴുതിയത്. രണ്ടാമതായിട്ട് പറഞ്ഞത്, പിന്നെ ചങ്ങാതി പറഞ്ഞത് എന്താ? രാമായണം. രാമായണം ആരാ എഴുതിയേ? വാൽമീകി മഹർഷിയാണ് എഴുതിയത്. വാൽമീകി ഒരു വനവാസിയാണ്. വനവാസിയായി കഴിഞ്ഞ വാൽമീകി സപ്തർഷിമാരുമായുള്ള സംഘത്തിൻ്റെ ഫലമായിട്ട് തപസ്സിൽ ഏർപ്പെടുകയും ആ തപസ്സിലൂടെ പരിപൂർണനായി തീരുകയും ചെയ്തിട്ടാണ് മഹർഷി പദത്തെ പ്രാപിച്ചത്. ഇതൊക്കെ ബ്രാഹ്മണ ഫാഷിസ്റ്റുകൾ ഉണ്ടാക്കുന്ന കഥയാണ്. പിന്നെ വാൽമീകി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു, നാം പ്രശ്നമല്ല.
രാമായണമൊക്കെ ആകാശത്ത് പൊട്ടി വീണതാണെന്ന് പറഞ്ഞോളൂ. ഇരിക്കട്ടെ. മൂന്നാമത്തത് ഇതിൽ പറഞ്ഞ ഭാഗവതമാണ്. ഭാഗവതം എഴുതിയതാരാ? വ്യാസനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വ്യാസനാരാ? മത്സ്യം പിടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെ സന്താനമാണ്. ആ വഴി നോക്കുകയാണെങ്കിൽ, തന്തൈ വഴി നോക്കുകയാണെങ്കിൽ പരാശര മഹർഷിയാണ്. പരാശരന്റെയും താവഴി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, അദൃശ്യന്റെയാണ്. ചിന്തിക്കുക. താവഴി നോക്കിയാൽ തന്തൈ വഴി വേറെ. ഇനി ഭാഗവതം പറഞ്ഞതാരാ? സൂതൻ. സൂതൻ ഈ കുതിര മേയ്ക്കുന്ന വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളിയാണ്. ഒന്ന് ചിന്തിക്കുക. എന്തിനാണ് വേണ്ട അതിനൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമൂഹത്തിൽ വിഭ്രമം ഉണ്ടാക്കാൻ നോക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ഒരു വിദ്വാൻമാരുടെ മുമ്പിൽ പറയൂ, എന്താ പ്രശ്നമല്ല. അതുകൊണ്ട് ഹരിനാമകീർത്തനവും രാമായണവും ഭാഗവതവും വായിക്കേണ്ട എന്നവൻ പറയാച്ച പറഞ്ഞോട്ടെ, അത് അവൻ്റെ അഭിപ്രായമാണ്. കേൾക്കണോ കേൾക്കണ്ടോ എന്നുള്ളത് നമ്മുടെ യുക്തിബോധത്തിനനുസരിച്ചായിരിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപാട് കൂടി വരുന്നില്ല, വലിയ സംശയമൊന്നുമില്ല. കൂടട്ടെ. ഈ വിളക്ക് കത്തിച്ച്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് ഇങ്ങനെ കത്തും. കത്തിയിട്ട് എണ്ണ തീർന്ന് കിടാൻ നേരത്തെ ഒറ്റ ആളിക്കത്തലുണ്ട്. ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? കിടാൻ നേരത്തെ ഒറ്റ ആളിക്കത്തൽ അങ്ങോട്ട് കിട്ടും. ആ സമയപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു ലളിതമാണ്.